കോട്ടയത്ത് നവവധുവിന് നേരെ ആഭിചാരക്രിയയും പീഡനവും. യുവതിയുടെ ശരീരത്തിൽ മരിച്ചുപോയ ബന്ധുക്കളുടെ ദുരാത്മാക്കൾ കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞായിരുന്നു ആഭിചാരക്രിയ. യുവതിക്ക് മദ്യം നൽകിയ ശേഷം ബലമായി ബീഡി വലിപ്പിക്കുകയും ഭസ്മം തീറ്റിക്കുകയും ശരീരത്തിൽ പൊള്ളലേൽപ്പിക്കുകയും ചെയ്തു. ആഭിചാരക്രിയ നടത്തുന്നതിന് വേണ്ടി പൂജാരിയെ എത്തിച്ചത് യുവതിയുടെ ഭർത്തൃമാതാവ് സൗമിനിയാണ്. ഒളിവിൽ പോയ ഇവരെ കണ്ടെത്താനായിട്ടില്ല. യുവതിയുടെ ഭർത്താവ് അഖിൽദാസ്, ഇയാളുടെ പിതാവ് ദാസ്, പൂജ നടത്തിയ ശിവദാസ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആഭിചാരക്രിയ നടന്ന വീട്ടിൽ നിന്ന് ഷിനോജ് ജസ്റ്റി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷിനോജ്, ഗുഡ് മോർണിംഗ്. ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഇനിയും നടക്കുന്നു. പ്രബുദ്ധ മലയാളി എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞ് സ്വയം അഭിമാനിക്കുന്ന നാട്ടിലാണ് ഇതൊക്കെ വീണ്ടും നടക്കുന്നത്. എന്താണ് ഉണ്ടായത്? ഈ പരാതിയിലേക്ക് കാര്യങ്ങൾ വന്നതെങ്ങനെ? ഈ പെൺകുട്ടിയുടെ ആരോഗ്യം സംബന്ധിച്ച കാര്യങ്ങൾ, ഇതൊക്കെ ഒന്ന് വിശദമായി പറയൂ ഷിനോജ്. മോത്തി, കഴിഞ്ഞ ഞായറാഴ്ച 2-ാം തീയതിയാണ് ഈ സംഭവങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. ഈ ആഭിചാരക്രിയ നടന്ന, പൂജ നടന്ന വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. മണർകാട് തിരുവഞ്ചൂർ ഭാഗത്തുള്ള കൊരട്ടിക്കുന്ന് എന്ന സ്ഥലത്തിലുള്ള വീടാണ്. ഈ വീട്ടിലാണ് ഇത്തരത്തിൽ പറയുന്ന തരത്തിലുള്ള ആഭിചാരക്രിയ ഉൾപ്പെടെ നടന്നിരിക്കുന്നത്. ഏകദേശം ഒരാഴ്ച മുൻപാണ് ഈ വീട്ടിൽ ആകെ 3 ആൺമക്കളാണ്. ഇതിൽ മൂത്തയാളാണ് അഖിൽദാസ് എന്നാണ് പേര്. ഈ അഖിൽദാസ് വിവാഹം കഴിക്കുന്നത് കോട്ടയത്ത് തന്നെയുള്ള, കോട്ടയം കോടിമതയിലുള്ള ഒരു പെൺകുട്ടിയാണ് വിവാഹം കഴിക്കുന്നത്. ഈ വിവാഹം കഴിച്ച് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ഇത്തരത്തിൽ ഈ ഭർത്തൃമാതാവ്, അതായത് ഈ വീട്ടിലെ അമ്മ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അടുത്തിടെ ഈ പെൺകുട്ടിയുടെ ചില ബന്ധുക്കൾ, 2 ബന്ധുക്കൾ ഈ അടുത്തിടെ മരണപ്പെട്ടിട്ടുണ്ട്. ഈ മരണപ്പെട്ടതിനാൽ തന്നെ ചില ദുരാത്മാക്കൾ ഈ പെൺകുട്ടിയുടെ ശരീരത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പൂജ നടത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് തിരുവല്ല മുത്തൂർ സ്വദേശിയായിട്ടുള്ള ശിവദാസൻ, അതായത് ശിവദാസൻ എന്നാണ് പേര്, ശിവൻ തിരുമേനി എന്നാണ് നാട്ടിലൊക്കെ അറിയപ്പെടുന്നത്. അങ്ങനെ തിരുവല്ലയിൽ നിന്ന് ഇത്തരത്തിൽ ഈ പൂജാരിയെ ഇവിടേക്ക് വീട്ടിൽ കൊണ്ടുവരുന്നു. അങ്ങനെ കഴിഞ്ഞ ഞായറാഴ്ച ഈ വീട്ടിൽ കൊണ്ടുവന്ന ശേഷം നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന മുറിയിൽ വെച്ച് ഏകദേശം രാവിലെ 11 മണി മുതൽ 9 മണി വരെ, രാത്രി 9 മണി വരെ ഏകദേശം 10 മണിക്കൂറോളം നീളുന്ന തരത്തിലുള്ളൊരു പൂജ ഇവിടെ നടക്കുകയാണ്. ആ നടത്തുന്ന സമയത്ത് തന്നെ ഈ പെൺകുട്ടി ഇടയ്ക്ക് മദ്യം നൽകുന്നു. മദ്യം നൽകി ബോധം കെടുത്തിയതിനു ശേഷം ഇവർക്ക് ബീഡി നൽകുന്നു, ബീഡി വായിൽ വെച്ച് കൊടുക്കുന്നു, സിഗരറ്റ് കൊടുക്കുന്നു, ഒപ്പം ഈ ഭസ്മം കഴിപ്പിക്കുന്നു. അങ്ങനെ ക്രൂരമായ രീതിയിൽ പറഞ്ഞാൽ തന്നെ അറയ്ക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ മുറിയിൽ, നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന തരത്തിലുള്ള മുറിയിൽ നടക്കുന്നു. തുടർന്ന് ഈ പെൺകുട്ടിയുടെ മുഖത്തൊക്കെ തന്നെ പൊള്ളലേൽക്കുന്നുണ്ട്. പൊള്ളലേറ്റ തുടർന്ന് ഈ പെൺകുട്ടി തന്നെ തൻ്റെ സ്വന്തം അച്ഛനെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ തന്നെ പറയുകയാണ്. കുട്ടിയുടെ മാനസിക നിലയൊക്കെ തന്നെ തകരാറിലേക്ക് പോകുന്നു കണ്ടതിനെ തുടർന്ന് ഈ പെൺകുട്ടിയുടെ പിതാവാണ് ആദ്യം ഈ വിവരങ്ങളൊക്കെ തന്നെ പോലീസിൽ വിവരം അറിയിക്കുന്നത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ 3 പേരെ നിലവിൽ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഒന്ന് ഈ ഭർത്താവായിട്ടുള്ള അഖിൽദാസിൻ്റെ പിതാവ് ദാസ്, ഒപ്പം ഈ പൂജ നടത്തിയ തിരുവല്ല മുത്തൂർ സ്വദേശിയായിട്ടുള്ള ശിവൻ തിരുമേനി എന്ന് വിളിക്കപ്പെടുന്ന ശിവദാസ്. ഈ 3 പേരാണ് നിലവിൽ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ശിവദാസ് എന്ന് പറയുന്നയാൾ വേറെയും ഇത്തരത്തിൽ ആഭിചാര ക്രിയകളൊക്കെ പതിവായി ചെയ്യുന്നയാളാണോ? അങ്ങനെയെങ്കിൽ വേറെയും ആർക്കെങ്കിലും ഒക്കെ ഇത്തരത്തിൽ ദുരനുഭവം ഉണ്ടായിട്ടുണ്ടാവണം. ആ തരത്തിൽ കൂടി ഒരു അന്വേഷണം ആവശ്യമുണ്ടല്ലേ? പോലീസിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ ശിവദാസ് എന്ന് പറയുന്ന ആൾ നേരത്തെ ആ നാട്ടിൽ തിരുവല്ലയിൽ ഇത്തരത്തിൽ തെങ്ങ് കയറ്റമൊക്കെ നടത്തി കൊണ്ടിരുന്ന ആളാണ്. ആ തെങ്ങ് കയറ്റമായിരുന്നു പ്രധാന ജോലി എന്ന് പറയുന്നത്. ഈ അടുത്തിടെയാണ് ഇത്തരത്തിൽ ഈ മന്ത്രവാദവും പൂജയും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയത്. ഇത് ഏതെങ്കിലും തരത്തിൽ ഈ പെൺകുട്ടിയുടെ, അതായത് ഈ ഭർത്തൃമാതാവും ഈ തിരുവല്ല സ്വദേശിയായിട്ടുള്ള ശിവദാസുമായി വേറെ എന്തെങ്കിലും തരത്തിൽ മുൻപ് പരിചയമുണ്ടോ, എന്തെങ്കിലും തരത്തിൽ ബന്ധമുണ്ടായിരുന്നോ, ഏതെങ്കിലും തരത്തിൽ മുൻപ് പൂജയ്ക്ക് വേണ്ടി ഇവർ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നൊന്നും കാര്യങ്ങളും തന്നെ വ്യക്തമല്ല. എന്തായാലും അതിൽ ഏറ്റവും പ്രധാനം ഈ സൗമിനി, അതായത് ഈ മാതാവിനെ ലഭിച്ചാൽ മാതാവ് നിലവിൽ ഇപ്പോൾ ഒളിവിലാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഈ സൗമിനി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആരും കാണാതെ ഒളിവിൽ വന്ന് ഇവൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി എന്നാണ് നാട്ടുകാരൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അവർ ഒളിവിൽ തന്നെയാണ്, അടുത്തേത് ബന്ധുവീട്ടിൽ ഉണ്ട് എന്നൊരു വിവരങ്ങളൊക്കെ പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട്. സൗമിനിയെ അറസ്റ്റ് ചെയ്താൽ മാത്രമേ എന്താണ് സംഭവിച്ചതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. നിലവിൽ 3 പേര് മാത്രമാണ് അറസ്റ്റിലായിരിക്കുന്നത്. മാത്രമല്ല ഈ ആകെ 3 മക്കളാണ് ഇവിടെ ഉള്ളത്. അതിൽ ഈ ബാക്കിയുള്ള കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഇത്തരത്തിൽ ആഭിചാരക്രിയ ഉൾപ്പെടെ നടന്നിരിക്കുന്നത്. അതാണ് തന്നെ പരസ്യമായിട്ട് ഈ മുറി, നമ്മൾ നേരത്തെ ദൃശ്യങ്ങൾ കണ്ട മുറിയിൽ വെച്ച് പരസ്യമായിട്ടാണ് ഇത്തരത്തിൽ ആഭിചാരക്രിയ നടന്നിരിക്കുന്നത്. എല്ലാ ബന്ധുക്കളുടെയും ഒക്കെ മുന്നിൽ വെച്ചാണ് ഇത്തരത്തിൽ ഈ ക്രൂരമായ രീതിയിലുള്ള ആഭിചാരക്രിയ നടന്നിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ ആ സമയത്ത് ഈ വീട്ടിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ 2 മക്കൾ, ആ 2 മക്കളെ കൂടി അറസ്റ്റ് ചെയ്യും. നിലവിലിപ്പോൾ പോലീസ് 3 പേരെ കൂടി അന്വേഷണത്തിന്റെ ഭാഗമായി അവരെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ട നീക്കത്തിലാണ്. ഒന്ന് ഈ പറയുന്ന സൗമിനി, മറ്റ് 2 മക്കൾ, ഈ 2 മക്കളെയും കൂടി അറസ്റ്റ് ചെയ്താൽ മാത്രമേ ഈ കേസിൽ കൂടുതൽ വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വരികയുള്ളൂ. എന്തായാലും വളരെ നാണക്കേടുണ്ടാക്കുന്ന തരത്തിൽ ഒരു പരിഷ്കൃത സമൂഹം എന്നൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് ഇത്തരത്തിൽ ഇങ്ങനെയും ചില കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ പരിസരവാസികളോടോ മറ്റോ നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞോ? അവരെന്താണ് പറയുന്നത്? ഇതിനു മുൻപ് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു നീക്കം ഉണ്ടായിട്ടുണ്ടോ?
നമ്മൾ സമീപത്ത് തന്നെയുള്ള 2-3 വീടുണ്ട്, അവരോട് സംസാരിച്ചിരുന്നു. പക്ഷെ അവരാരും ഈ മൈക്കിൽ ക്യാമറയ്ക്ക് മുന്നിൽ സംസാരിക്കാനും തന്നെ ഒരുക്കമല്ല. കാരണം അവർക്ക് വളരെ ഇത്തരത്തിൽ ഇങ്ങനൊരു സംഭവമൊക്കെ നടന്നു, ആദ്യം നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ അവരുടെ തൊട്ടടുത്ത് ഇങ്ങനെയൊക്കെ നടന്നു എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് തന്നെ ഇത് പുറത്ത് പറയുന്നതിലൊക്കെ തന്നെ വളരെ പേടിയുണ്ട്, നാണക്കേടുണ്ട്. അതിനാൽ തന്നെ അവർ ക്യാമറയ്ക്ക് മുന്നിൽ പറയാൻ അവർ ഒരുക്കമല്ല. പക്ഷെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒളിവിൽ എന്ന് പറയുന്ന സൗമിനി കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് മടങ്ങിപ്പോയി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അവർ പറയുന്നുണ്ട്. ഒപ്പം ഈ നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട് ചില മന്ത്രവാദങ്ങളൊക്കെ തന്നെ ഈ സൗമിനി ഇവിടെ നടത്തിയിട്ടുണ്ടെന്ന കാര്യങ്ങളൊക്കെ തന്നെ നാട്ടുകാർ ഉൾപ്പെടെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്. എന്തായാലും ഈ വീട്ടിലാണ് കാര്യങ്ങളൊക്കെ തന്നെ നടന്നിരിക്കുന്നത്. ചെറിയൊരു വീടാണ്, അങ്ങനെ വലിയ വീടൊന്നുമല്ല, ചെറിയ ഒരു വീട്. ആ വീട്ടിലാണ് ഇത്തരത്തിൽ ഈ നാടിന് നടക്കുന്ന ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന വളരെ നടുക്കമുണ്ടാക്കുന്ന തരത്തിലുള്ള ആഭിചാരക്രിയ കഴിഞ്ഞ ഞായറാഴ്ച നടന്നിരിക്കുന്നത്. ദുരാത്മാക്കൾ, അതായത് ഈ പെൺകുട്ടിയുടെ 2 ബന്ധുക്കൾ അടുത്തിടെ മരിച്ചതാണ്. ഈ മരിച്ചവരുടെ ആത്മാക്കൾ ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ അടങ്ങിയിട്ടുണ്ട്, കൂടിയിരിപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഭർത്തൃമാതാവ് ഇത്തരത്തിലുള്ള ഒരു പൂജയിലേക്ക് പോയതെന്നാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം. എന്തായാലും കൂടുതൽ അന്വേഷണം നടന്നാൽ മാത്രമേ ഇതിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ, ഈ മോത്ത് തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന ശിവൻ തിരുമേനി എന്നറിയപ്പെടുന്ന മറ്റേതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ പൂജകൾക്ക് നേതൃത്വം നൽകുന്ന ആളാണ് തുടങ്ങിയ കാര്യങ്ങൾക്ക് തന്നെ വ്യക്തത ഉണ്ടാവുകയുള്ളൂ. എന്തായാലും അറസ്റ്റിലായ 3 പേരെയും ഇന്ന് പോലീസ് ജയിലിലേക്ക് മാറ്റും. ശരി ഷിനോജ്.